കിടപ്പുമേനയിലെ പുതപ്പ് കുറച്ചു മാറ്റി പ്രിയ കട്ടിലിന്റെ അരികിൽ വെച്ചിരുന്ന മൊബൈൽ എടുത്തു. സെൽഫി എടുക്കാൻ ക്യാമറ ഓപ്പൺ ചെയ്തു. പെട്ടെന്ന് സഹീർ അത് തടഞ്ഞു. മൊബൈൽ തട്ടി. എന്തിനാ ഇപ്പൊ ഇങ്ങനെ? ഒരു തവണ ഞാൻ നല്ലോണം അനുഭവിച്ചതല്ലേ. നിനക്ക് പേടിയുണ്ടോ? പേടിക്കണ്ട, ഇതാർക്കും സെൻഡ് ചെയ്യാനൊന്നും അല്ല. നാളെ ഞാൻ പോയാൽ പിന്നെ ഇനി കേരളത്തിലേക്ക് വരുമെന്ന് ഉറപ്പില്ല. ഈ ഫോട്ടോ നമ്മുടെ സന്തോഷത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിച്ചു വെക്കും. എപ്പോഴും അവളുടെ വാക്കുകളിൽ സഹീർ വീണു പോകും. ഒരിക്കൽ സഹീർ പ്രിയയുടെ ഒപ്പം കാറിലിരിക്കുന്ന ഫോട്ടോ അവൻ്റെ ഭാര്യയുടെ മൊബൈലിലേക്ക് ആരോ അയച്ചു കൊടുത്തു. ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. ആ ഫോട്ടോ പലയിടത്തും എത്തി. ചോദ്യങ്ങളുണ്ടായി. ഫസി കരച്ചിലായി. നാണക്കേട് കൊണ്ട് അവൻ്റെ ഉപ്പ കുറേ ചീത്ത പറഞ്ഞു. നാട്ടുകാരും കുടുംബക്കാരും പുച്ഛത്തോടെ നോക്കി. പരിഹാസങ്ങൾ കേട്ടു. പരാതിയുടെയും പഴിപറച്ചിലിൻ്റെയും കണ്ണീരിൻ്റെയും രോക്ഷത്തിൻ്റെയും ദിവസങ്ങൾ. അവസാനം വാപ്പയുടെ മുൻപിൽ ഫസിക്ക് സഹീർ വാക്കുകൊടുത്തു. എനിക്ക് പണത്തിന് ആവശ്യം വന്നപ്പോൾ പ്രിയയാണ് സഹായിച്ചത്. ആ ബന്ധം ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്. ഇതെല്ലാവർക്കും വേദന ഉണ്ടാക്കിയെങ്കിൽ മരിച്ചുപോയ എൻ്റെ ഉമ്മയാണേ ഞാനിനി അവളെ കാണില്ല. മോനെ, നീ ഇങ്ങനെയൊന്നും ആവരുത്. നിന്റെ പെങ്ങന്മാരും ഈ കുടുംബവും നിന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാതെ പതറിപ്പോകും. അറിയാലോ, ഫസിക്ക് നിന്നെ ജീവനാണ്. ഇനി അവളെ സങ്കടപ്പെടുത്തി നിന്നിൽ നിന്നും ഒന്നും ഉണ്ടാവരുത്. തൽക്കാലം പ്രശ്നങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ സഹീർ പ്രിയയെ പോയി കണ്ടു. പ്രിയ, പണ്ടത്തെ ഇഷ്ടവുമായി നീ വന്നപ്പോൾ എനിക്ക് നിന്നിൽ നിന്ന് മുഖം തിരിച്ചു നടക്കാൻ കഴിഞ്ഞില്ല. ഇനി ഒന്നും വേണ്ട. നമുക്കിവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം. ഒരിക്കൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പ്രണയവും എൻ്റെ ശരീരവും സ്വന്തമാക്കി നീ പോയപ്പോൾ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു. ഇനിയും നീ എന്നോട് അങ്ങനെ ചെയ്യരുത്. വിസ ശരിയാവുന്നത് വരെ, എൻ്റെ കേസ് വിധിയാവും വരെയെങ്കിലും പ്ലീസ് നീ എന്നെ തനിച്ചാക്കരുത്. എനിക്ക് നിന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോവും സഹീർ. പ്രിയ പറഞ്ഞത് നേരാണ്. ഒരിക്കൽ അവളെ അവഗണിച്ചു പോയതാണ്. ഇനിയും അങ്ങനെ ചെയ്താൽ അത് ദ്രോഹമാണെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നീ സെൽഫി എടുത്തോളൂ. പ്രിയ വീണ്ടും മൊബൈൽ എടുത്തു. ക്യാമറ ഓപ്പൺ ചെയ്തു. സഹീർ പുഞ്ചിരിയോടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഇന്നത്തെ ദിവസം കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രിയ വേറെ ഒരു ലോകത്താണ്. പിന്നെ പ്രിയ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവില്ലെന്ന് അവൻ ഉറപ്പുണ്ട്. ഡാ, നാളെ എന്നെ എയർപോർട്ടിലാക്കി തരണം. സമ്മതിച്ചു. എന്നാൽ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ. രണ്ടാളും ഊരിയെറിഞ്ഞ ഡ്രസ്സ് എടുത്ത് ധരിച്ചു. സഹീർ അവളുടെ വീടിൻ്റെ പുറത്തിറങ്ങി. അവൻ പോയതിനു ശേഷം പ്രിയയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പിറ്റേന്ന് എയർപോർട്ടിൽ പോകാൻ സമയമായപ്പോൾ സഹീർ കാറുമായി വന്നു. പ്രിയ അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇനി നമ്മൾ കാണുമെന്നറിയില്ല. താങ്ക്സ് ഡാ. ഈ കുറച്ചു ദിവസങ്ങൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു. പ്രിയയെ എയർപോർട്ടിലാക്കി സഹീർ തിരിച്ചു പോന്നു. വെയിറ്റിംഗിലിരുന്ന് പ്രിയ ബാഗിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു. അന്ന് കാറിലിരിക്കുന്ന ഫോട്ടോ എല്ലാവർക്കും അയച്ച നമ്പർ വാട്സപ്പിൽ വീണ്ടും സെറ്റ് ചെയ്തു. ഇന്നലെ ബെഡ്റൂമിൽ രണ്ടാളും കിടക്കുന്ന ചെറിയ വീഡിയോയും ഫോട്ടോയും ആദ്യം ഫസിയുടെ മൊബൈലിലേക്ക് അയച്ചു. പിന്നെ വാപ്പയുടെ, പിന്നെ അങ്ങനെ അറിയുന്ന പലരുടെയും മൊബൈലിലേക്ക്. അതിനുശേഷം വാട്സപ്പ് മൊബൈലിൽ നിന്നും കളഞ്ഞു. ആ സമയം അവളുടെ ചുണ്ടിൽ പ്രതികാരത്തിൻ്റെ ഭാവമായിരുന്നു. പ്രിയ പോയതിൻ്റെ സന്തോഷത്തിലാണ് സഹീർ. ബാങ്കിലെ കുറച്ച് കടങ്ങൾ വീട്ടിൽ കിട്ടിയത് അവളെ കൊണ്ടാണ്. പിന്നെ മതിയാവോളം വീണ്ടും അവളുടെ ശരീരം ആസ്വദിച്ചു. ഹോ, പഴയ പ്രണയമേ, നീ എത്ര സുന്ദരമാണ്. എങ്ങനെ നോക്കിയാലും എനിക്കാണ് ലാഭം, എനിക്ക് മാത്രം. അവൻ ഉറക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. വണ്ടി സ്പീഡിൽ ഓടിച്ചു. അവൻ ആ സമയവും അറിഞ്ഞിരുന്നില്ല പ്രിയയുടെ പ്രതികാരത്തിൽ ഇനി അവൻ്റെ ജീവിതത്തിൽ കനലുകൾ എരിയുമെന്ന്. വർഷങ്ങൾക്ക് ശേഷം മഴവിൽ കൂടാരം സ്കൂൾ മീറ്റിലാണ് പ്രിയ സഹീറിനെ കാണുന്നത്. പ്രിയ സ്കൂൾ ഗ്രൂപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നാട്ടിലുണ്ടെന്നറിഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞിട്ടാണ് പരിപാടിയിലെത്തിയത്. പഴയ കൂട്ടുകാർ, സ്കൂൾ മുറ്റം, ഓർമ്മകളുടെ ബാല്യം തിരിച്ചെത്തിയ നേരം. പ്രിയയുടെ മുഖം മാത്രം മൂടിക്കെട്ടിയ പോലെ നിരാശ നിറഞ്ഞു. ഭർത്താവിനൊപ്പം ദുബായിലായിരുന്ന അവൾ ഈ സ്കൂൾ മീറ്റിലെത്തിയപ്പോഴാണ് സഹീർ അവൻ്റെ ഭാര്യയും മോനുമായി എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരുടെയും മുൻപിൽ നിൽക്കുന്നത്. ആ കാഴ്ച പാതി വഴിയിൽ ഉപേക്ഷിച്ച അവളുടെ പ്രണയത്തെ ഓർമ്മിപ്പിച്ചു. അവൻ്റെ പേരിൽ തുടങ്ങിയ സംശയവും കലഹവും ഡിവോഴ്സിൻ്റെ വക്കിൽ കുടുംബ കോടതിയിൽ നിൽക്കുമ്പോൾ അവൾക്ക് ജീവിതം സങ്കടം മാത്രം. പക്ഷേ സഹീർ, അവന് മാത്രം സന്തോഷം. വേണ്ട, അവൻ മാത്രം അങ്ങനെ സന്തോഷിക്കേണ്ട. എനിക്കില്ലാത്ത സന്തോഷം അവനും വേണ്ട. സ്കൂൾ ഗ്രൂപ്പിൽ നിന്നും അവൻ്റെ നമ്പർ എടുത്ത് മൊബൈലിൽ സേവ് ചെയ്തു. ചാറ്റിങ്ങും വിളിയും തുടങ്ങി. ഒരാഴ്ച കൊണ്ട് സഹീറിനെ പ്രിയ അവളുടെ ബെഡ്റൂമിലെത്തിച്ചു. അവനെയും കൊണ്ട് പലയിടത്തും ടൂ വീലറിൽ കറങ്ങി.
മനഃപൂർവ്വം ആ യാത്രകൾ അവൾ ആളുകളെ അറിയിച്ചു. അതിൻ്റെ ഇടയിലാണ് കാറിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അവരുടെ ഫോട്ടോ ഫസിയുടെയും മറ്റും പലരുടെയും മൊബൈലിലേക്ക് അവൾ അയച്ചു കൊടുത്തത്. അതൊരു തുടക്കമായിരുന്നു. വീണ്ടും നല്ലൊരു അവസരത്തിനായി അവൾ കാത്തിരുന്നു. ഇന്നവൾ ഇനി ഒരിക്കലും സഹീറിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവില്ലെന്ന് ഉറപ്പാക്കിയാണ് വിമാനം കയറിയത്. അവളിലെ പെണ്ണിന്റെ മനസ്സിൽ പ്രണയത്തിന്റെ അവസാനം ഒരു വാക്കുകൊണ്ട് തനിച്ചാക്കി പോയവനോട് എന്നും വെറുപ്പുണ്ടായിരുന്നു. അവളും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങളിൽ, കലഹങ്ങളിൽ ഇടയ്ക്കിടെ സഹീറിന്റെ പേര് കടന്നു വരും. എല്ലാത്തിനും ശിക്ഷ അനുഭവിച്ചതും വേദനിച്ചതും അവളാണ്. ആ വേദനയുടെ പ്രതികാരത്തിൽ സഹീറിന്റെ ഭാര്യയുടെ കണ്ണുനീരിന് അവളുടെ മുൻപിൽ വിലയില്ല. അവനെല്ലാം നഷ്ടമാകണം. അവന്റെ നഷ്ടങ്ങൾ അവൾ ആസ്വദിക്കും. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.